മഹാബലിപുരത്ത് നമ്മൾ പഞ്ചരഥങ്ങൾ കണ്ടു കഴിഞ്ഞ് അടുത്തായിട്ട് ലൈറ്റ് ഹൗസ് ആണ് കാണാൻ പോകുന്നത്. പോണ വഴിയിൽ നിറയെ കല്ലിൽ ശില്പങ്ങൾ നിർമ്മിക്കുന്ന സ്ഥലങ്ങൾ കാണാം. ശില്പങ്ങൾ നിർമ്മിച്ച് വിൽപ്പനക്കായിട്ട് ഇവർ റോഡരികിൽ വെച്ചിരിക്കുകയാണ്. മഹാബലിപുരത്ത് നമ്മൾ യാത്ര ചെയ്യുന്ന വഴിയരികിൽ മിക്കയിടത്തും ശില്പങ്ങൾ നിർമ്മിക്കുന്ന സ്ഥലങ്ങൾ കാണാം. നമുക്ക് പോക്കറ്റിൽ കൊണ്ടു നടക്കാൻ കഴിയുന്ന വലുപ്പത്തിലുള്ള ശില്പങ്ങൾ മുതൽ വലിയ ക്രെയിൻ ഉപയോഗിച്ച് പൊക്കേണ്ട വലുപ്പമുള്ള ശില്പങ്ങൾ വരെ നമുക്കിവിടെ കാണാൻ പറ്റും. മഹാബലിപുരത്തെ കല്ലുകൾ ശില്പങ്ങൾ നിർമ്മിക്കാൻ അനുയോജ്യമായതിനാലാവുമല്ലോ 1000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇവിടം ശില്പനിർമ്മാണത്തിന് തിരഞ്ഞെടുക്കപ്പെട്ടത്. പോണ വഴിയിൽ നമ്മൾ ഇറങ്ങി ശില്പനിർമ്മാണ രീതിയും ശില്പങ്ങളും കാണുവാനായിട്ട് വ്യത്യസ്തങ്ങളായിട്ടുള്ള വലുതും ചെറുതുമായിട്ടുള്ള ശില്പങ്ങൾ എല്ലായിടത്തും നമുക്ക് കാണാം. നമ്മൾ മഹാബലിപുരത്ത് ഇവിടെ ശില്പങ്ങൾ നിർമ്മിക്കുന്ന ഒരു സ്ഥലത്താണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിറയെ ശില്പങ്ങളാണ് കാണുന്നതെല്ലാം. കരിങ്കല്ലിൽ കുത്തിയ ശില്പങ്ങളാണ് നമ്മൾ കാണുന്നത്. അതും ഒറ്റക്കല്ലിൽ കുത്തിയ ശില്പങ്ങളാണ് നമ്മൾ ഈ കാണുന്നത്. അപ്പോൾ ഇവിടെ ശില്പത്തിന് അവർ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. അവസാന മിനുക്കുപണിയിലാണ് ഈ ഒരു ശില്പത്തിന്റെ. നമ്മൾ കാണുന്നത് ഗണപതിയുടെ ഒരു വിഗ്രഹമാണ്, ഒറ്റക്കല്ലിലുള്ള. അതാണ് അവർ പണിതുകൊണ്ടിരിക്കുന്നത്. മഹാബലിപുരത്തെ വളരെ പ്രശസ്തമാക്കിയത് ഇത്തരത്തിലുള്ള ശില്പങ്ങളാണ്. അപ്പം നമ്മളീ കണ്ട ഷോർട്ട് ടെമ്പിളും അതുപോലെ തന്നെ 5 രഥങ്ങളും എല്ലാം ഇത്തരത്തിലുള്ള കല്ലിൽ കൊത്തിവെച്ചതാണ്. അപ്പോൾ ഇവിടെ നിറയെ ഇത്തരത്തിലുള്ള ശില്പങ്ങളാണ്. ചെറിയ നമുക്ക് കൈ കൊണ്ടു നടക്കാൻ പറ്റുന്ന ശില്പങ്ങൾ മുതൽക്ക് വലിയ ക്രെയിനിൽ പൊക്കിയെടുക്കേണ്ട തരത്തിലുള്ള ശില്പങ്ങൾ വരെ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. നിറയെ ഒരു ഏരിയ മുഴുവനായിട്ട് ഇവിടെ ഈ കാണുന്നതെല്ലാം ശില്പങ്ങൾ നിർമ്മിക്കുന്ന സ്ഥലങ്ങളാണ്. നമ്മൾ സാധാരണ കേരളത്തിലെ അമ്പലങ്ങളിലേക്കുള്ള പ്രതിഷ്ഠയ്ക്ക് വേണ്ട ശില്പങ്ങൾ അത്തരത്തിലുള്ള എല്ലാ ശില്പങ്ങളും ഇവിടെ നിർമ്മിക്കുന്നുണ്ട്. അത് ഒറ്റക്കല്ലിൽ കൊത്തിയതാണ് മിക്ക ശില്പങ്ങളും. വലിയ ശില്പങ്ങൾ പണിതെടുക്കുന്ന ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. വലിയൊരു ഗണപതി ഭഗവാന്റെ വിഗ്രഹമാണ് ഇവിടെ പണിതുകൊണ്ടിരിക്കുന്നത്. തൊട്ടടുത്തായിട്ട് മറ്റൊരു വിഗ്രഹവും നിർമ്മിക്കുന്നത് നമുക്ക് കാണാം. അപ്പം മിനുക്കുപണികളും ചെറിയ അലങ്കാരപ്പണികളും മാത്രമാണ് ഇതിന് ബാക്കിയായി നടന്നുകൊണ്ടിരിക്കുന്നത്. ഡ്രില്ലിംഗ് മെഷീൻ പോലുള്ളൊരു ഉപകരണം കൊണ്ടാണ് ഇവർ ഇതിൻ്റെ ഡിസൈൻ വർക്കുകളെല്ലാം ചെയ്യുന്നത്. ഡിസൈൻ വർക്കും അവസാന മിനുക്കുപണികളുമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏകദേശം ഒരു 80% പണിയും ഈ ഒരു വിഗ്രഹത്തിൻ്റെതെല്ലാം കഴിഞ്ഞതാണ്. കുറച്ചുകൂടി നമ്മൾ മുൻപോട്ടേക്ക് പോകുമ്പോൾ വലിയ കല്ലുകൾ ക്രെയിൻ ഉപയോഗിച്ച് പൊക്കുകയാണ്. അപ്പം ശില്പനിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ള വലിയ കല്ലുകൾ ഇത്തരത്തിലാണ് നീക്കി വയ്ക്കുന്നത്. വലിയ ശില്പങ്ങളെ ഇത്തരത്തിലാണ് ഒരിടത്തു നിന്നും മറ്റൊരിടത്തേക്ക് മാറ്റുന്നത്. നമ്മുടെ നാട്ടിൽ കാണുന്നത് പോലത്തെ കരിങ്കല്ല് തന്നെയാണ് നമുക്ക് കാഴ്ചയിൽ. എന്നാൽ ഇതിൽ നിർമ്മിച്ചിരിക്കുന്ന ശില്പങ്ങളുടെ ഭംഗി നമ്മൾ കാണുമ്പോൾ ഈ ഒരു കരിങ്കല്ലിന്റെ ശില്പനിർമ്മാണത്തിന് അനുയോജ്യമായതാണെന്ന് നമുക്ക് ഒന്നും അറിയാതെ നമുക്ക് തോന്നിപ്പോകും. അത്രയ്ക്ക് ഭംഗിയിലും വൃത്തിയിലുമാണ് ഈ ഒരു ശില്പങ്ങളെല്ലാം ഇവരെ നിർമ്മിച്ചു വെച്ചിരിക്കുന്നത്. ഇത് വുഡാ കല്ല് ഇങ്ങനെ ഇരിക്കുന്ന കല്ലല്ല വേറെയാ? വേറെ ഇടത്തുനിന്ന് വരുന്നത് അല്ലേ? അപ്പോൾ ഈ ഒരു നമ്മളീ കാണുന്ന കല്ല് പുറത്തുനിന്ന് മഹാരാഷ്ട്രയിൽ നിന്ന് വരുന്നൊരു കല്ലാണെന്നാണ് ഇവർ പറഞ്ഞത്. ഇതിലും ഇവർ ശില്പങ്ങൾ നിർമ്മിക്കുന്നത്. ഇത്രയും വലിയ കല്ലിലാണ് ഇവർ ശില്പങ്ങൾ നിർമ്മിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ പുറകിലായിട്ട് നമുക്കൊരു ആനയെ കാണാം. അവർ ആ കല്ല് ക്രെയിനിൽ കുടുക്കിയിട്ട് മറച്ചിടുവാണ് കൊത്തുപണി നടത്തുവാൻ വേണ്ടിയിട്ട്. ഈ ക്രെയിൻ ഉപയോഗിച്ചിട്ടാണ് ഇവർ ഈ ഒരു കല്ല് മറച്ചിടുന്നത്. ഇത്രയും വലിയ കല്ലിൽ കൊത്തുപണി ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് നമുക്ക് കൈകൊണ്ട് ഉയർത്താനോ അല്ലെങ്കിൽ മറച്ചിടാനോ ഒന്നും കഴിയത്തില്ല. അപ്പോൾ അതിന് പകരമായിട്ട് അവർ ക്രെയിൻ ഉപയോഗിച്ചിട്ടാണ് ഇത് മറച്ചിടുന്നത്.
അപ്പോൾ നമ്മൾ മഹാബലിപുരം വരുമ്പോൾ നമുക്ക് ഇവിടുത്തെ മഹാബലിപുരത്തെ ഷോർട്ട് ടെമ്പിളും അതുപോലെ പഞ്ചരഥങ്ങളും മാത്രമല്ല ഇവിടെ ഇത്തരം ശില്പങ്ങൾ നിർമ്മിക്കുന്ന നിറയെ സ്ഥലങ്ങളുണ്ട്. നമുക്ക് അതുകൂടി സന്ദർശിക്കാൻ പറ്റുന്നതാണ് മഹാബലിപുരത്ത്. നമ്മൾ കുറച്ചുകൂടി മുൻപോട്ടേക്ക് പോകുമ്പോൾ വലിയ കല്ലിൽ പണി ചെയ്യുന്ന ആളുകളെ കാണാം. ഈ സ്ഥലത്തിൻ്റെ പുറകിലായിട്ടൊരു നദിയാണ്. അപ്പോൾ ശില്പങ്ങൾ നിർമ്മിക്കുന്ന സ്ഥലത്ത് നിന്ന് നമ്മൾ വീണ്ടും മുൻപോട്ടേക്ക് പോവുകയാണ്. മഹാബലിപുരത്ത് നമ്മൾ ഷോർട്ട് ടെമ്പിളും ബീച്ചും പഞ്ചരഥങ്ങളും എല്ലാം സന്ദർശിച്ചു. ഇനി കാണാൻ പോകുന്നത് നമ്മൾ മഹാബലിപുരം ലൈറ്റ് ഹൗസ് ആണ്. ലൈറ്റ് ഹൗസിന് തൊട്ടടുത്തായിട്ട് കുറേ സ്ഥലങ്ങൾ നമുക്ക് സന്ദർശിക്കാനുണ്ട്. നമ്മൾ ആദ്യം ലൈറ്റ് ഹൗസിലേക്കാണ് പോകുന്നത്. നമ്മൾ മഹാബലിപുരത്ത് അടുത്തായിട്ട് ലൈറ്റ് ഹൗസ് ആണ് കാണാൻ പോകുന്നത്. അപ്പോൾ ലൈറ്റ് ഹൗസ് കാണാൻ നമുക്ക് ലൈറ്റ് ഹൗസ് മാത്രമല്ല അവിടെ ഒരു മ്യൂസിയം ഉണ്ട്. അപ്പോൾ ഇതിന് ചാർജ് വരുന്നത് 10 രൂപയാണ്. അപ്പോൾ 10 മണി മുതൽ 4 മണി വരെയാണ് ഇവിടുത്തെ പ്രവേശന സമയം വരുന്നത്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ടിക്കറ്റ് എടുത്ത് നമുക്ക് ഉള്ളിലേക്ക് പോയിട്ട് ലൈറ്റ് ഹൗസിൻ്റെയും മ്യൂസിയത്തിൻ്റെയും കാഴ്ചകളിലേക്ക് വരാം. നമ്മൾ ഈ കാണുന്നതാണ് ലൈറ്റ് ഹൗസ്. ലൈറ്റ് ഹൗസ് നിർമ്മിച്ചത് ഒരു വലിയ പാറയുടെ മുകളിലാണ്. സ്റ്റെപ്പുകൾ കയറിയിട്ട് വേണം നമ്മൾ ലൈറ്റ് ഹൗസിന്റെ അടുത്ത് എത്താനായിട്ട്. ഇവിടെ നിന്ന് നമുക്ക് കടൽ കാണാം. നമ്മൾ ലൈറ്റ് ഹൗസിന്റെ ആ ഒരു പാറയുടെ മുകളിൽ നിന്ന് തന്നെ നമുക്ക് കടൽ കാണാൻ പറ്റും. അപ്പം നമ്മൾ ലൈറ്റ് ഹൗസിന്റെ മുകളിലേക്ക് കയറുവാണ്. ലൈറ്റ് ഹൗസിന്റെ മുകളിൽ നിന്നുള്ള മഹാബലിപുരത്തിന്റെ കാഴ്ച അതിമനോഹരമാണ്. ഉള്ളിൽ നമ്മൾ കയറുമ്പോൾ ആദ്യമായിട്ട് സന്ദർശന സമയമെല്ലാം ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് കാണാം. രാവിലെ 10 മുതൽ 1 മണി വരെയും ഉച്ചയ്ക്ക് 2 മുതൽ 5:30 വരെയുമാണ് ഇവിടുത്തെ സന്ദർശന സമയം. മുകളിലേക്ക് കയറാനായിട്ട് നമുക്ക് ചെറിയ കോണിപ്പടികളാണുള്ളത്. അപ്പം നമ്മൾ ഇതിന്റെ മുകളിലേക്ക് കയറുവാണ്. നമ്മൾ മുകളിലെത്തി. ലൈറ്റ് ഹൗസിൽ നിന്നുള്ള കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത്, മഹാബലിപുരത്തിന്റെ കാഴ്ച. ഇത് ഈശ്വരൻ കോവിലാണ്. അതുപോലെ തന്നെ മറ്റ് മണ്ഡപങ്ങളും നമുക്കിവിടെ കാണാം. കടലെല്ലാം നമുക്ക് വ്യക്തമായിട്ട് കാണാം. നിറയെ പച്ചപ്പുകളും ഇടയിൽ പാറക്കെട്ടുകളും കൽമണ്ഡപങ്ങളും എല്ലാം നിറഞ്ഞിട്ട് ഇതിന് ചുറ്റും ഒരു നീല ബോർഡർ പോലെ നമുക്ക് കടലും കാണാം. ലൈറ്റ് ഹൗസിന്റെ മുകളിൽ നമ്മൾ എത്തിക്കഴിഞ്ഞാൽ ചുറ്റും നമുക്ക് നടക്കുവാനുള്ള സൗകര്യമുണ്ട്. ചുറ്റുമുള്ള കാഴ്ചകൾ കണ്ട് നല്ല തണുത്ത കടൽക്കാറ്റെല്ലാം കൊണ്ട് നമുക്ക് കുറച്ച് സമയം അവിടെ ചിലവഴിക്കാം. മഹാബലിപുരം സന്ദർശിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ലൈറ്റ് ഹൗസിന്റെ മുകളിൽ നിന്നുള്ള കാഴ്ച കാണേണ്ടതാണ്. ഇവിടുത്തെ ഭൂപ്രകൃതിയുടെ ഒരു വ്യക്തമായ ധാരണ നമുക്ക് ഇവിടെ നിന്നും ലഭിക്കും. ലൈറ്റ് ഹൗസിലേക്ക് കയറുമ്പോഴും ഇറങ്ങുമ്പോഴും കുറച്ച് പ്രയാസമാണ്. സ്റ്റെപ്പുകൾ ചെറുതാണ്. മുകളിലേക്കും താഴോട്ടും ഇറങ്ങുമ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് വേണം നമ്മൾ ഇറങ്ങുവാൻ വേണ്ടിയിട്ട്. വലിപ്പം കുറഞ്ഞ പടിക്കെട്ടുകളാണ് ഇവിടുത്തേത്. അതാണ് പ്രധാന കാരണം. ചെന്നൈയിലെ ലൈറ്റ് ഹൗസ് പോലെ നമുക്ക് ലിഫ്റ്റ് സൗകര്യം ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി എളുപ്പമായേനെ. നമ്മൾ തിരിച്ചിറങ്ങുകയാണ്. പോണ വഴിയിൽ നമ്മൾ വീണ്ടും ഒരു ശില്പനിർമ്മാണം നടക്കുന്ന കടയിലെത്തി. ഇവിടെ ഇവർ ഉളി കൊണ്ടാണ് അലങ്കാരപ്പണികൾ ചെയ്യുന്നത്. ദക്ഷിണാമൂർത്തിയുടെ വിഗ്രഹമാണ് ഇദ്ദേഹം നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പെർമിഷൻ ചോദിച്ച് അകത്തേക്ക് കയറി വീഡിയോ എടുത്തു. അപ്പോൾ തൊട്ട് പിറകിലായിട്ട് മറ്റൊരാൾ ഒരു ഗണേശ വിഗ്രഹവും നിർമ്മിക്കുകയാണ്. അദ്ദേഹവും ഉളി കൊണ്ട് തന്നെയാണ് ഇതിൻ്റെ കൊത്തുപണികളെല്ലാം ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കടയിൽ നിറയെ ശില്പങ്ങളാണ്. അപ്പോൾ ഇവരോട് ചോദിച്ചപ്പോൾ 1000 രൂപ മുതൽ ലക്ഷങ്ങൾ വരെ വില വരുന്ന ശില്പങ്ങൾ ഇവിടെ വിൽപ്പനയ്ക്കായിട്ടുണ്ടെന്നാണ് ഇവർ പറഞ്ഞത്. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ മഹാബലിപുരത്തിൻ്റെ ശില്പനിർമ്മാണവും അതുപോലെ ലൈറ്റ് ഹൗസിൻ്റെ കാഴ്ചകളുമാണ് കണ്ടിരിക്കുന്നത്. നമുക്ക് അടുത്ത വീഡിയോയിൽ മഹാബലിപുരത്തെ മറ്റൊരു സ്ഥലത്തിൻ്റെ കാഴ്ചകളായിട്ട് കാണാം. പെബിൾസ് മലയാളം.